ബഡാവോസ് വളരെ സക്സസ് ആയിപ്പോയി. അതിനുശേഷം ഒന്നിൻ്റെ സിനിമകൾ ആ സമയത്ത് തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തു. പക്ഷേ ആ സമയത്താണ് 2007 എൻ്റെ ജീവിതത്തിൽ എനിക്ക് അടുത്തൊരു വലിയൊരു നഷ്ടം സംഭവിക്കുന്നത്. എൻ്റെ അമ്മയുടെ മരണം 2007 അത് 10 വർഷം, അച്ഛൻ 1997 മരിക്കുന്നു. കൃത്യം 10 വർഷം കഴിയുമ്പോൾ അമ്മയും നഷ്ടപ്പെടുന്നു. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസവും 10 വർഷമായിരുന്നു. അപ്പോൾ അത് വളരെ അറ്റാച്ച്ഡായിരുന്നു ഞാൻ. എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള ഒരാൾ അമ്മയായിരിക്കും. കാര്യം ഞാൻ അമ്മയ്ക്ക് ജനിക്കുന്നത് തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ്. അതിലൊരുപാട് അപമാനങ്ങളൊക്കെ അമ്മ സഹിക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം ഞാൻ ജനിക്കുന്നു. എല്ലാ രീതിയിലും ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡായിരുന്നു അമ്മ. അച്ഛൻ അന്നും കുറച്ച് അങ്ങനൊരു വലിയ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളല്ല, കുറച്ച് റിസർവ്ഡായിരുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങളും അമ്മ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2007 അമ്മയും നഷ്ടപ്പെടുന്നു. അതൊരു ജീവിതത്തിലൊരു വലിയ നഷ്ടം, 2 വലിയ നഷ്ടങ്ങളുടെ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ മറ്റൊരു പടം ചെയ്തു. കെമിസ്ട്രി എന്നൊരു സിനിമ ചെയ്തു. ആ സിനിമയുടെ ഒരു ഡിസ്കഷനും കാര്യങ്ങളും നടക്കുമ്പോഴാണ് ഇങ്ങനെ അമേരിക്കയിലെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ അവർക്ക് ഒരു ഷോ അമേരിക്ക വെച്ച് ചെയ്യണം എന്നിങ്ങനൊരു, അപ്പം വർഷത്തിൽ പല രീതിയിൽ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനത്തെ കുറച്ച് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഷോ ചെയ്യണം. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ജഗദീഷ് ശ്രീകുമാറിനെ വെച്ചൊരു ഷോ ചെയ്യാം. അപ്പം അമ്പിളിച്ചേട്ടൻ ഞാനായിട്ട് നല്ല അടുപ്പമുണ്ട്. അങ്ങനെ അമ്പിളിച്ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടനും കൽപ്പന ഇവർ രണ്ടും കൂടെ ചെയ്യുന്ന ഒരു ഷോ. അപ്പോൾ അതൊരു 1.5 മാസത്തെ ഒരു ട്രിപ്പ്, അമേരിക്കയും കാനഡയും എല്ലാ സ്റ്റേറ്റുകളിലും ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് അവിടെ ഭയങ്കരമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അമ്പിളിച്ചേട്ടനെ 1.5 മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. കാര്യം പുള്ളി കുറേ സിനിമകളും കമ്മിറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ചെന്ന് പറഞ്ഞു അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് ഒരു ഗ്യാപ്പ് എനിക്കും വേണം തമ്പി, നമുക്ക് പൊക്കളയാം, അതൊന്നുമില്ല, ഒരു റിലാക്സേഷൻ എനിക്ക് വേണം. പുള്ളി ഞാൻ ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അമ്പിളിച്ചേട്ടനെ ഫിക്സ് ചെയ്തു. കൽപ്പനയും വിളിച്ചു, കൽപ്പനയും വരാൻ റെഡിയായി. പിന്നെ കുറച്ച് മറ്റ് ടീമുകളും കുറച്ച് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടൊരു താരസംഗമം എന്ന് പറഞ്ഞിട്ടൊരു 2008 2009 ചെയ്തത്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് എൻ്റെ കുറച്ച്, അപ്പം അമ്പിളിച്ചേട്ടൻ ആ സമയത്ത് രായസേൻ്റെ ഒരു സിനിമയിൽ ഗുരുവായൂർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു തമ്മി നമുക്ക് റിഹേഴ്സലൊക്കെ ഗുരുവായൂർ വെച്ച് ചെയ്താൽ കൊള്ളാം, അപ്പം അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിങ് നടക്കും. അങ്ങനെ ഞങ്ങളവിടെ കൽപ്പന ആ സമയത്ത് ഫ്രീ ആയിരുന്നു. കൽപ്പനയും ഗുരുവായൂർ വന്നു. ഗുരുവായൂർ വെച്ച് തന്നെ ഞങ്ങൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം അവിടെ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസിലായിരുന്നു ഫസ്റ്റ് ഷോ വെച്ചിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ മാത്രമല്ല, ലോസ് ഏഞ്ചൽസിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ലാസ് വെഗാസ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ഷോ. അപ്പോൾ അവിടെ 3 ഷോ ഉണ്ട്. ലാസ് വെഗാസിലുണ്ട്, സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്, ലോസ് ഏഞ്ചൽസിലുണ്ട്. ആ 3 ഷോയാണ് ആദ്യത്തെ ഷോ ആയിട്ട് വെച്ചിരുന്നത്. വെള്ളി, ശനി, ഞായർ അങ്ങനെ ചെയ്യാറുള്ളൂ. വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഫ്രീ ആണ്. വെള്ളിയാഴ്ച ലാസ് വെഗാസും, ശനിയാഴ്ച സാൻ ഫ്രാൻസിസ്കോയും, ഞായറാഴ്ച ലോസ് ഏഞ്ചൽസും, അങ്ങനെയാണ് ആ ഷോ വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3-4 ദിവസം മുമ്പ് പോയി. അതൊക്കെ യാത്രയൊക്കെ ഭയങ്കര ടെറിഫിക് യാത്രയായിരുന്നു. അന്ന് ഇപ്പോഴത്തെ വലിയ ആക്ടർ നന്ദു ആണെന്ന് ഷോയ്ക്ക് തന്നെ അസിസ്റ്റ് ചെയ്തത്. അപ്പം നന്ദു അന്ന് ചെറിയ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നന്ദുവിനെയാണ് ഞാൻ ഷോയുടെ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ നന്ദു സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല, ഷോ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ നന്ദു ഞങ്ങളെല്ലാം നേരത്തെ പുറപ്പെട്ടു. അപ്പം ഈ ഒരു 18-ാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ഫസ്റ്റ് ഷോ. അപ്പം 18-ാം തീയതി ലാസ് വെഗാസിൽ ഷോ നടക്കണം. അപ്പോൾ 17-ാം തീയതി അമ്പിളിച്ചേട്ടൻ എത്തണം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഗുരുവായൂരിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് വരാമെന്നുള്ളതാണ് ധാരണ. അപ്പം ഞങ്ങളവിടെ പോയി എല്ലാം രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17-ാം തീയതി അമ്പിളിച്ചേട്ടൻ പുറപ്പെട്ടിട്ടില്ല. 18-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അവിടെ ഷോ നടക്കണം.
17-ാം തീയതി വരെ അമ്പളിച്ചേട്ടനൊന്നും പുറപ്പെട്ടിട്ടില്ല. ഇത് വലിയ ടെൻഷനായി. അവിടെ മൊത്തം പാട്ടായി. ജഗദീഷ് കുമാർ വരില്ലെന്നായി, ഷോ നടക്കില്ലെന്നായി, ആപ്പാടെ നാണക്കേടാവുന്നായി. ഞങ്ങളും എല്ലാം വലിയ ടെൻഷൻ. ഇവിടെ നിന്ന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അമ്പളിച്ചേട്ടന് കിട്ടുന്നുമില്ല. അവസാനം 17-ാം തീയതി രാത്രിയായപ്പം അമ്പളിച്ചേട്ടന് ഫോണിൽ കിട്ടി. അപ്പോൾ ഞാൻ അമ്പളിച്ചേട്ടാ എന്തായത്? ഞങ്ങൾക്കവിടെ 16-ാം തീയതി രാത്രി, ഇവിടെ 17-ാം തീയതി പകൽ. 17-ാം തീയതി അമ്പളിച്ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം, അതായത് അവിടുത്തെ 18-ാം തീയതി വൈകുന്നേരം ഷോ അടങ്ങണം അവിടെ. അപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ 19-ാം തീയതി രാവിലെയാണ്. അപ്പോൾ 18-ാം തീയതി വൈകിട്ട് ഷോ നടക്കണമെങ്കിൽ പുള്ളി ഇവിടുന്ന് അവിടെ 18-ാം തീയതി എത്തണം രാവിലെയെങ്കിലും. ഈ അവസ്ഥയാണ്, ഒരു രക്ഷയില്ല, പുള്ളിയെ കിട്ടുന്നില്ല. അവസാനം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 18-ാം തീയതി എന്ന് പറയുന്ന ദിവസം രാവിലെയാണ് ജഗദീഷ് കുമാർ ഫ്ലൈറ്റിൽ പുറപ്പെടുന്നത്. അതും ഭയങ്കര ടെൻഷനായിരുന്നു, പുറപ്പെടുവോ ഇല്ലയോ, കൺഫ്യൂഷൻ. 18-ാം തീയതി ഇവിടുന്ന് ഫ്ലൈറ്റിൽ പുറപ്പെട്ട് പുള്ളി നേരെ ലോസ് ഏഞ്ചൽസിൽ വരുന്നു. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി നേരെ ലാസ് വെഗാസിൽ വരുന്നു. അപ്പോൾ ലാസ് വെഗാസിൽ എത്തിയപ്പോൾ ഏകദേശം 5 മണിയായി. ഇത്രയും ദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് ലാസ് വെഗാസ് എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്നൊരു അരമണിക്കൂറോളം വേണം വെന്യൂവിലെത്താൻ. അപ്പം എയർപോർട്ടിൽ എല്ലാവരും കാത്തു നിൽക്കുക, സ്പോൺസേഴ്സ് എല്ലാം കാത്തു നിൽക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെട്ടി ലോസ് ഏഞ്ചൽസിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറ്റിയപ്പം പെട്ടി മിസ്സായി. അതിൻ്റെ ടെൻഷൻ ഒന്നും പറയണ്ട. അവസാനം പുള്ളി ഇവിടുന്ന് കയറി. അപ്പോൾ പറഞ്ഞ് ഹോട്ടലിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു, നേരെ സ്റ്റേയിലോട്ട് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങളിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാ ജഗദീഷ്. അപ്പോൾ 6 മണിയാകുമ്പം പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ജഗദീഷ് കുമാർ വരുന്നില്ല, ജഗദീഷ് കുമാറിന് വരാൻ പറ്റില്ല, പുള്ളി അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല, ഇത് പ്രോഗ്രാം ഫ്ലോപ്പാവും. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞാൽ ജഗദീഷ് കുമാർ സ്റ്റേജിലെത്തണം. പുള്ളി 5 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ വന്നു. ഞാൻ പുള്ളിയെ നമിച്ചു പോയൊരു സന്ദർഭമാണ്. മനുഷ്യന് വരുന്ന കാര്യമില്ല, ഇത്രയും ദൂരം ടൈം ഡിഫറൻസും ഈ ജെറ്റ് ലാഗും ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട്, അപ്പം നേരെ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നു. അപ്പം ആരോ ഒന്ന് പറഞ്ഞത് അമ്പളിച്ചേട്ടൻ എത്തിയിരുന്നു. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് ഇരുന്ന് പറഞ്ഞ്, എവിടെ എൻ്റെ കോസ്റ്റ്യൂം, ഞാൻ റെഡി, ഇതാണ് പറയുന്നത്. ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിപ്പോയി. അപ്പം തന്നെ പുള്ളി കോസ്റ്റ്യൂം ഇട്ട് ആ കറക്റ്റ് ടൈമിൽ പുള്ളി സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ ബാക്കിൽ ഭയങ്കര ഡിസ്കഷൻ ചെയ്ത്, ജഗദീഷ് കുമാറല്ല, ഇത് ഡൂപ്പിനെ ഇറക്കിയിരിക്കുക അവർ എന്ന് ഭയങ്കര ഡിസ്കഷൻ. അപ്പോൾ ജഗദീഷ് കുമാർ ഉടനെ പുള്ളി ആ കോസ്റ്റ്യൂം കൊണ്ട് മാറ്റി, ആ ഒരു രാജാ ഡ്രസ്സാണ് അത് മാറ്റി പറഞ്ഞു, ഇത് ജഗദീഷ് കുമാർ തന്നെയാണ്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടുന്ന് രാവിലെ ഫ്ലൈറ്റ് കയറി വന്നിട്ടുള്ളതാണ്, അത് ഞാൻ എന്താ നേരെ സ്റ്റേജിലേക്കാണ് വന്നത്, പറഞ്ഞ വാക്കാണ്, ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞ് തിരിച്ച് ആ ഗെറ്റപ്പ് വെച്ചിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. എനിക്കൊന്ന് ആ സീസണിൽ എല്ലാ സ്റ്റേറ്റിലും ചെയ്തു. ആ സീസണിൽ ഏറ്റവും വലിയ ഹിറ്റായി അത് മാറി. കൽപ്പന, എനിക്കൊന്ന് കൽപ്പന ഗംഭീരമായി ചെയ്തു. നമുക്ക് വളരെ ഒരു ബന്ധമുണ്ടായിരുന്നതാണ് കൽപ്പനയായിട്ട്. വളരെ ചെറുപ്പത്തൊട്ടേ കൽപ്പനയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, കുടുംബമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കൽപ്പന നമ്മോടൊപ്പം ഇല്ലാതെ വലിയ മലയാള സിനിമയ്ക്കെന്നല്ല എല്ലാവർക്കും, ഒരു സുഹൃത്തുക്കൾക്ക് പോലും വലിയൊരു നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് കൽപ്പന നമ്മെ വിട്ടു പിരിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അമ്പളിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്ന വ്യക്തിയല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത്, അമേരിക്ക വന്നാൽ കുറച്ച് ദിവസം നിന്ന് റിലാക്സ് ചെയ്യാം, അതായത് ഈ 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ ബാക്കി 4 ദിവസം റിലാക്സേഷനാണ്. അപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി, അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാനസികമായിട്ട് പുള്ളി അത്രത്തോളം പുള്ളി ബിസിയായിരുന്നു. ജഗദീഷ് കുമാർ ഇല്ലാത്തൊരു മലയാള സിനിമയെപ്പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി അമ്പളിച്ചേട്ടൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അപ്പം അത് മലയാള സിനിമയ്ക്ക് അപ്പം വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തെ പോലൊരു ആക്ടർ. കാര്യം എന്തെല്ലാം വേഷങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, എന്തെല്ലാം വെർസറ്റിലിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. സീരിയസ് ആയാലും വില്ലനായിട്ട് വരെ അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും മലയാള സിനിമയ്ക്കും ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്കും ഒരു വലിയ നഷ്ടമാണ്. പലപ്പോഴും അമ്പളിച്ചേട്ടനെ കാണാൻ അവിടെ പോകുമ്പോൾ 3-4 പ്രാവശ്യം ഞാൻ പോയി. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു മാനസിക വിഷമമുണ്ട്. കാരണം എങ്ങനെ എത്ര ഉണ്ടായിരുന്ന ഇത്രയും ഒരു എനർജറ്റിക് ആയിരുന്ന മനുഷ്യൻ
അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ഇത് ഈശ്വര നിശ്ചയമായിട്ട് നമ്മളതിനെ കാണാൻ പറ്റുള്ളൂ. നമ്മളല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ തീരുമാനിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്പിളിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു. അമ്പിളിച്ചേട്ടൻ വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരണമെന്ന്. ഡോക്ടേഴ്സ് പറയുന്നൊരു മിറക്കിൾ സംഭവിച്ചാൽ തിരിച്ചു വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ജഗദീഷ് ശിവകുമാർ സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവും തോന്നുന്നില്ല. മലയാളത്തിൽ ഒരു മലയാളി പോലും ഉണ്ടാവും തോന്നുന്നില്ല. അത്രയും ആൾക്കാരും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു നടനായിരുന്നു ജഗദീഷ് ശിവകുമാർ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ച് അദ്ദേഹം തിരിച്ചു വരട്ടെ, സിനിമയിൽ സജീവമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 99544422. ബഡാദോസിന് ശേഷം പിന്നൊരു 2 സിനിമ ചെയ്തു. ഒന്ന് നാടകമേ ഉലകം എന്നൊരു സിനിമ. അതൊരു ഹ്യൂമർ ബേസ്ഡ് സിനിമയായിരുന്നു. പിന്നെ മറ്റൊരു സിനിമ ചെയ്തത് ഏപ്രിൽ ഫൂൾ. അത് ജഗദീഷാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഫ്രഞ്ച് സിനിമയാണ് എൻ്റെ ഒറിജിനൽ. അതിൽ നിന്നൊരു കടം കൊണ്ടൊരു കഥയാണ്. അത് ഹിന്ദിയിലും വന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ ചെയ്തതാണ്. അത് രണ്ടും വലിയ വിജയമൊന്നും ആയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ആവറേജായിട്ട് പോയ 2 സിനിമകളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഡിസ്കഷനിലുണ്ടായിരുന്ന സിനിമയാണ്. ദിലീപുമായിട്ട് ചേർന്നൊരു സിനിമ. അപ്പോൾ കുടുംബകോടതി എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ചിത്രം സുരേഷ് അന്ന് കുറേ ഇടയ്ക്ക് അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു സിനിമ ചെയ്യണം. അങ്ങനെ ദിലീപിനെ വെച്ച് തന്നെ ദിലീപായിട്ട് പല രീതിയിലും ആലോചിച്ചു. ഒടുവിലാണ് ഇങ്ങനൊരു സിനിമയിലേക്ക് എത്തുന്നത്. അപ്പം ആ സിനിമ ആരെ കൊണ്ട് എഴുതിക്കുമെന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പം അതിൻ്റെ ഒരു കഥ, ഒരു ബേസിക് കഥ എന്ന് പറയുന്നത് സുരേഷിൻ്റെ തന്നെ ഒരു ബ്രദർ സുഭാഷ് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ബേസിക് കഥ. ഇതാരെ കൊണ്ട് എഴുതിക്കും എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അപ്പം പുതിയ റൈറ്ററുണ്ട് കൃഷ്ണ പൂജപ്പുര. ഈ കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന വ്യക്തി ഒരു തിരക്കഥാകൃത്തായിട്ട് മാറുന്നത് ഞാൻ ചെയ്ത മഹാത്മാഗാന്ധി കോളനി എന്ന സീരിയലിലൂടെയാണ്. ആ സീരിയലിലാണ് അദ്ദേഹം തിരക്കഥാ രചനയ്ക്ക് കോളമിസ്റ്റായിരുന്നു പുള്ളി ഈ ഹാസ്യ പരിപാടികളൊക്കെ എഴുതും. സുകുമാറുമായിട്ട് ചേർന്ന് അങ്ങനെയുള്ള ഹാസ്യ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കൃഷ്ണ പൂജപ്പുരയെ ആരോ ഒരാൾ പരിചയപ്പെടുത്തി. അങ്ങനെ കൃഷ്ണ പൂജപ്പുര എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ മഹാത്മാഗാന്ധി കോളനി വഴിയാണ് എനിക്ക് പുള്ളിയായിട്ടൊരു ബന്ധം വന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധി കോളനിയിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എൻ്റെ അസിസ്റ്റൻ്റായിരുന്നു സജി സുരേന്ദ്രൻ പിന്നെ ഡയറക്ടറായി. സജി സുരേന്ദ്രൻ ഡയറക്ടറായ ആദ്യ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടാണ് കൃഷ്ണ പൂജപ്പുര സിനിമാ രംഗത്തേക്ക് വരുന്നത്. പിന്നെ കുറേ ഹിറ്റ് പടങ്ങളെല്ലാവരും ഉണ്ടാക്കി. അപ്പം കൃഷ്ണയെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചു. കൃഷ്ണ പൂജപ്പുരയെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ദിലീപിനോടും പറഞ്ഞു. ദിലീപിനും കൃഷ്ണ പൂജപ്പുര നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ആ നാടോടി മന്നൻ എന്നൊരു സിനിമ, അതായത് ഒരു സാധാരണക്കാരൻ വന്നൊരു മേയറായി മാറുന്നതും പിന്നെ അതിലുണ്ടാകുന്ന കുറേ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ദിലീപിന് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഒരു വലിയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ് പൊളിച്ചു മാറ്റാനൊന്നും സിനിമയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പം എറണാകുളത്തെ കാക്കനാടുള്ള കിൻഫ്രയ്ക്കകത്ത് അതിനകത്താണ് ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മൊത്തം ഗ്രാഫിക്കിൽ ക്രിയേറ്റ് ചെയ്താണ് ഒരു ഷോപ്പിംഗ് മാൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ മദ്രാസിൽ നിന്ന് അവർ വന്നിട്ട് പ്രിസം ആൻഡ് പ്രിസൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അവരാണ് അതിൻ്റെ മൊത്തം ഗ്രാഫിക്സ് ചെയ്തത്. ഒരുപാട് ഗ്രാഫിക്സ് ഉള്ളൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് ഏകദേശം 1 വർഷത്തോളം എടുത്തല്ല ഗ്രാഫിക്സ് വർക്ക് തീർക്കാൻ. അപ്പോൾ ആ ബിൽഡിംഗ് മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബിൽഡിംഗ് ബോംബ് വെച്ച്, അതായത് നമ്മുടെ ഈ കൺട്രോൾഡ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും, ആ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ട് അത് പൊളിക്കുന്നതാണ് എൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ അത് അന്ന് ഒരുപാട് പേര് ചോദിച്ചു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? സിനിമയിലുള്ളവർ ചോദിച്ചു, എന്തോന്നിത് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലുള്ള ചെയ്യണ്ടേ, ഇതൊക്കെ അവിശ്വസനീയമല്ലേ എന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞപ്പം മരട് 2 ഫ്ലാറ്റ് പൊളിക്കുന്നു.
ആ ഫ്ലാറ്റ് പൊളിക്കുന്നത് ഇതേ ടെക്നോളജി വെച്ചിട്ടാണ്. ഈ കൺട്രോൾഡ് ഡിമോളിഷൻ എന്ന് പറയുന്ന ഈ ടെക്നോളജി വെച്ചിട്ടാണ് ഫ്ലാറ്റ് പൊളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ രസം തോന്നിയത്, അപ്പം നമ്മളന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു. കാരണം ഇത് ഇങ്ങനെ വരുന്ന കുറേ 1-2 സായിപ്പന്മാരും, കാരണം ആൾക്കാർക്കൊന്നും ഒരു വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇന്ത്യയിലൊന്നും അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. അങ്ങനെ 1-2 സായിപ്പന്മാരുടെ ക്യാരക്ടറും അങ്ങനത്തെ ഒരു പാൻറ്റും ഷർട്ടും കൂടെ ചേരുന്ന ഒരു വർക്കിംഗ് ഒരു കോസ്റ്റ്യൂം, അങ്ങനെയുള്ള അതിനൊരു പേരൊക്കെ കൊടുത്തു, ഒരു ഗ്രൂപ്പിൻ്റെ പേരൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ഗ്രൂപ്പായിട്ട് കാണിച്ചിട്ടൊക്കെയാണ് കുറച്ച് കൺവിൻസ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് പോലും ആൾക്കാർ കൺവിൻസിങ് ആയില്ല. അതാണ് പലരും പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ. ഇത് കഴിഞ്ഞ് ഈ മരട് ഫ്ലാറ്റിൻ്റെ പൊളിക്കാൻ വന്നപ്പം ആൾമോസ്റ്റ് അതുപോലത്തെ ഒരു കോസ്റ്റ്യൂമും ഏകദേശം സിമിലർ കളർ കോസ്റ്റ്യൂമും അതുപോലത്തെ ഒരു പേരും, നമ്മൾ ജെറ്റ് എന്ന പേരിട്ട് അതുപോലത്തെ എന്തൊരു പേര് സിമിലാരിറ്റിയുള്ളൊരു പേരുമായിരുന്നു ആ ഗ്രൂപ്പിനും. ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, രാവിലെ തൊട്ടേ മൊബൈലിൽ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇത് നോക്കുന്നത് ആരെ പല സ്ഥലത്തുനിന്ന് വിളിക്കുന്നു. നോക്കിയപ്പം ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു, മനോരമയിൽ നിന്ന് വിളിക്കുന്നു, മാതൃഭൂമിയിൽ നിന്ന് വിളിക്കുന്നു, എല്ലാ ചാനലുകളിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇന്നിപ്പോൾ എന്താ, അപ്പം ഇങ്ങനെ മരട് സംഭവം അറിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ടി വി വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ടി വി വെച്ച് ഇങ്ങനെ ഓരോ ചാനൽ നോക്കുമ്പം എല്ലാ ചാനലിലും ഒരു സൈഡിൽ മരട് ഫ്ലാറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് നാടിൻ്റെ മഞ്ഞൻ്റെ വിഷ്വൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു, സെയിം സാധനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം അവസാനം എല്ലാവരും വന്നൊരു ഇത് വേണം, ബൈറ്റ് വേണം എന്ന് പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു. കാരണം ആ സമയത്ത് ഈ സിനിമ ഇറങ്ങിയത് 2013 എനിക്ക് തോന്നിയത് പൊളിച്ചത് 2020 21 മറ്റോ ആണ് ഈ മരട് സംഭവം നടക്കുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സംഭവം ഇതുപോലെ നമ്മളന്ന് സിനിമയെ കാണിച്ച അതുപോലത്തെ ഒരു വിഷ്വൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു. അപ്പോൾ ഒരുപാട് എല്ലാ മിക്കവാറും ചാനലുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിനെല്ലാം ഞാൻ മറുപടി പറയുകയും ചെയ്തു. കാരണം അന്ന് പലരും ഇതുപോലെ ഇതിനെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അത് 6 വർഷത്തിന് ശേഷം നമ്മുടെ കൺമുന്നിൽ അത് സാധ്യമായി. പക്ഷേ അത് ഒരിക്കലും അത് എത്രയോ പേരുടെ ഒരു ഭവനം എന്ന് പറയുമ്പോൾ ഫ്ലാറ്റായാലും വീടായാലും എത്രയോ പേരുടെ ഒരു ജീവിത സ്വപ്നമായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലാണ് ഒരാൾക്കൊരു വീടുണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റുക. തൻ്റെ കൺമുന്നിൽ അത് പൊളിഞ്ഞു വീഴുന്നത് കാണേണ്ടി വരുന്നൊരവസ്ഥ. അതിന് എത്ര അനധികൃതമായിട്ട് ചെയ്തായാലും അതിന് പൈസ മുടക്കിയവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമം ഭയങ്കരമാണ്. നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് അതാണ്. അത് പൊളിഞ്ഞു വീഴുമ്പോൾ നമുക്ക് തോന്നുന്ന വിഷമം എത്രയോ പേരുടെ സമ്പാദ്യം, എത്രയോ പേരുടെ ജീവിതമാണ് അതിനകത്ത്. അതാണ് ആ പൊളിഞ്ഞു വീഴുന്നത്. അത് ചെയ്ത അങ്ങനെ അനധികൃതമായിട്ട് ചെയ്തവർ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പാവങ്ങളുടെ മനസ്സും കൂടെ ഒന്ന് കാണേണ്ടിയിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയത്. കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയത്. പോട്ടെ, അത് എന്തായാലും കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു. എന്തായാലും നാടോടി മന്നൻ എന്നൊരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം 1-2 സിനിമകളുടെ ആലോചനയൊക്കെ വന്നു. പക്ഷേ അതൊന്നും ഉദ്ദേശിക്കുന്ന പോലെ വർക്കൗട്ടായില്ല. പിന്നെ ഒരു കൊറോണയുടെ സംഭവം വന്നു. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഞാനും രഞ്ജി പണിക്കർ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന എനിക്കാണ്. ആ സിനിമ നടന്നില്ല. പിന്നെ രഞ്ജി പണിക്കർ എനിക്ക് വേണ്ടി എഴുതിയിട്ടുമില്ല. ഞാനും രഞ്ജി പണിക്കരും ചേർന്നൊരു സിനിമ 2005 തൊട്ട് ആലോചിച്ച് തുടങ്ങിയാണ്. 2005 തൊട്ട് ആലോചിച്ച് തുടങ്ങി. രഞ്ജി പണിക്കർ അതിൻ്റെ വർക്കിലാണ്. അത് ആൾമോസ്റ്റ് സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് ആ സിനിമ നടക്കും. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു സ്വപ്ന സിനിമയാണ്. അത് ഞാനിപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പൃഥ്വിരാജാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കേണ്ടത്. അപ്പോൾ ആ പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ എമ്പുരാൻ എന്നൊരു സിനിമ തിരക്കിലാണ് അയാൾ. ഇപ്പോൾ ആടുജീവിതം എന്നൊരു സിനിമ വലിയ ഹിറ്റായിട്ട് മാറി. അടുത്ത എമ്പുരാൻ കഴിഞ്ഞാൽ പൃഥ്വിരാജ് എൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ വരാൻ പോകുന്നൊരു സിനിമ. അതോടൊപ്പം ഞാനൊരു പാൻ ഇന്ത്യൻ സിനിമ ഇപ്പോൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് മിക്കവാറും എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ഇതാണ് എൻ്റെ പുതിയ പ്രോജക്റ്റുകൾ. എനിക്ക് മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 പേരാണ്. എൻ്റെ മൂത്ത മകൾ, രണ്ടാമത്തെ മകൻ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മകളുടെ വിവാഹം എനിക്ക് തോന്നുന്നു കൊറോണ എന്ന് പറയുന്ന സംഭവത്തിന് തൊട്ട് മുമ്പാണ് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഒരു എന്നെ മനസ്സുകൊണ്ട് എന്നെ പിടിച്ച് കുലുക്കിയൊരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ ഞാനന്ന് എൻ്റെ മകളുടെ വിവാഹമാണ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, സിനിമയിലും സിനിമയിലല്ലാതെയും. തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബിൻ്റെ 3 വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനൊരു ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം. അന്ന്
മാത്രമല്ല അന്ന് തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് നമ്മുടെ സിനിമയിലുള്ള ഒരുപാട് പേര്, മിക്കവാറും എല്ലാ ആൾക്കാരും വിവാഹത്തിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു അതിനുശേഷം എല്ലാവരും പറഞ്ഞത് തമ്പിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്രയും വലിയൊരു വിവാഹം, കാരണം ആ സമയത്ത് കംപ്ലീറ്റ് കൊറോണ വന്നതോടുകൂടി നമ്മുടെ വിവാഹങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറിപ്പോയി. അന്ന് നമ്മൾ ഒരാളിനെ വീട്ടിൽ പോയി നേരിട്ട് വിളിച്ചില്ല എങ്കിൽ അതൊരു മോശമായി കരുതുന്നു. അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് പിന്നെ അയാളെ ഫേസ് ചെയ്യാൻ പോലും ഒരു വിഷമമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം ഇതിനെല്ലാം മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വിവാഹത്തിന് പലരെയും പോയി ക്ഷണിക്കുന്ന പരിപാടിയില്ല. ഒന്നുകിൽ നമുക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുക, ആ ലെവലിലേക്ക് മാറി. പിന്നെ വിവാഹത്തിന് ചെന്നില്ലെങ്കിലും നമുക്ക് ഒരു വാക്കിലൂടെ പറഞ്ഞു നിർത്താം എന്നുള്ള അവസ്ഥയ്ക്ക് അങ്ങനെ പല പല സങ്കല്പങ്ങളും മാറി. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ആൾക്കാരൊന്ന് പങ്കെടുത്തു. അത് വലിയ സംഭവമായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുള്ള, എനിക്ക് കുടുംബത്തിന് സന്തോഷമുള്ള സംഭവമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ മകൻ്റെ വിവാഹം. അത് വളരെ രീതിയിൽ കൊറോണയുടെ എല്ലാ ഇതും വെച്ചിട്ട് നടത്തേണ്ടി വന്നു. അപ്പോൾ ഈ രണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇനിയും വീണ്ടും സിനിമയിലേക്ക് ഒരു വലിയ തിരിച്ചുവരവിന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കെപ്പോഴും ഗ്യാപ്പുള്ള, പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഗ്യാപ്പിനെ പറ്റി പറയുന്നില്ല. കാരണം ഞാനല്ല എൻ്റെ സിനിമകൾ തീരുമാനിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് എന്നെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യാറുള്ളൂ. അതുപോലെ എൻ്റെ മാതാപിതാക്കളെ പറ്റി ചിന്തിക്കാതെ, എൻ്റെ മാതാപിതാക്കളെ മനസ്സാൽ വണങ്ങാതെ ഞാൻ എൻ്റെ ഒരു ദിവസവും ആരംഭിക്കാറില്ല, ഒരു കാര്യവും ചെയ്യാറില്ല. അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും ആദരിക്കുകയും ഗുരുക്കന്മാരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ആണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യം പലപ്പോഴും പറഞ്ഞതുപോലെ ഞാൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു ടെക്നീഷ്യനാണെന്നോ വലിയ ബുദ്ധിമാനാണെന്നോ അല്ലെങ്കിൽ വലിയൊരാളാണെന്നോ അവകാശപ്പെടുന്നൊന്നുമില്ല. ഞാൻ ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണക്കാരനിലും സാധാരണക്കാരനാണ്. അപ്പോൾ എന്നെ ഇതുവരെ എത്തിച്ചതും എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും ഈശ്വരാനുഗ്രഹവും എൻ്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യവുമാണ്. അതാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും. അതാണ് വിജി തമ്പി.